everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 34th lecture on the subject Recovery and Refund of Income Tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deduction of tax under section 194D, section 194DA and section 194E. And in this lecture, we are going to discuss about deduction of tax at source out of payment in respect of deposits under National Savings Scheme, etc., which comes under section 194EE of Income Tax Act 1961. Deduction of tax at source out of payments on account of repurchase of units by mutual fund or unit trust of India, which comes under section 194F of Income Tax Act 1961, and deduction of tax at source on commission etc. on the sale of lottery tickets, which comes under section 194G of Income Tax Act 1961. Deduction of tax at source out of payment in respect of deposits under National Savings Scheme, etc. Section 194EE. The person responsible for paying any amount deposited in National Savings Scheme 1987 under Section 80 CCA shall deduct tax thereon at the rate 10%. നാഷണൽ സേവിങ്സ് സ്കീമിൻ്റെ ഡെപ്പോസിറ്റിൽ നിന്നും പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ പേയ്മെൻറ്റിലുള്ള TDSൻ്റെ ഡിഡക്ഷനാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ സേവിങ്സ് സ്കീം 1987 അണ്ടർ സെക്ഷൻ 80 CCA ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ സേവിങ്സ് സ്കീം 1987 ഡെപ്പോസിറ്റിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ദ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്, ഈ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ഹി വിൽ ഡിഡക്ട് ടാക്സ് ദെയർ ഓൺ അറ്റ് ദ റേറ്റ് 10%. ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ദ റേറ്റ് ഓഫ് TDS ആപ്ലിക്കബിൾ ഈസ് 10%. TDSൻ്റെ റേറ്റ് 10% ആണ് ഈ ഒരു പേയ്മെൻറ്റിൽ. ഓക്കെ. However, no such deduction shall be made where the amount of payment or the aggregate amount of payments in financial year is less than rupees 2,500 or the payment is made to the heirs of the assessee. നാഷണൽ സേവിങ്സ് സ്കീമിൻ്റെ ഡെപ്പോസിറ്റിൽ നിന്ന് നടത്തുന്ന പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് ദിസ് പേയ്മെൻറ്റ്, ഈ പേയ്മെൻറ്റിൻ്റെ അഗ്രഗേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,500 റുപ്പീസിനേക്കാളും കുറവാണ്. അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത് അസസിയുടെ ഹയേഴ്സിനാണ്, അസസിയുടെ അവകാശികൾക്കാണ്. അങ്ങനെയുള്ള കേസിലാണെങ്കിലും TDS ആപ്ലിക്കബിൾ അല്ല. അതായത് ഈ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അഗ്രഗേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,500 റുപ്പീസിനേക്കാളും കുറവാണ്. അങ്ങനെയെങ്കിൽ TDS ആപ്ലിക്കബിൾ അല്ല, ഈ ഒരു പേയ്മെൻറ്റിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ അസസിയുടെ ഹയേഴ്സിനാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലും TDS ഡിഡക്റ്റ് ചെയ്യില്ല. ഓക്കെ. Deduction of tax at source out of payments on account of repurchase of units by mutual fund or unit trust of India. Section 194F. മ്യൂച്വൽ ഫണ്ടോ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയോ യൂണിറ്റ്സ് റീപർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റിലുള്ള TDSൻ്റെ ഡിഡക്ഷനാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ എനി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എനി ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം അണ്ടർ സെക്ഷൻ 80 CCB ബിഫോർ 1/4/1992 ഈസ് റിട്ടേൺഡ് ബൈ വേ ഓഫ് റീപർച്ചേസ് ഓഫ് സച്ച് യൂണിറ്റ്സ് ഓർ ടെർമിനേഷൻ ഓഫ് ദി പ്ലാൻ. ഒരു ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമിൽ അണ്ടർ സെക്ഷൻ 80 CCB 1/4/1992 മുൻപ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് റിട്ടേൺ ചെയ്യുകയാണ്.
ഈ എമൗണ്ട് റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതേ യൂണിറ്റ്സ് റീപർച്ചേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടോ ആയിരിക്കും. ദെൻ ആ ഒരു പേയ്മെൻറ്റിൽ the mutual fund or unit trust shall at the time of payment deduct income tax at the rate 20% on the principal amount invested and returned. അതായത് മ്യൂച്വൽ ഫണ്ടോ യൂണിറ്റ് ട്രസ്റ്റോ ഈ പേയ്മെൻറ്റ് നടത്തുന്ന ടൈമിൽ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റിൻ്റെ ടൈമിൽ 20% ഇൻകം ടാക്സ് ഇൻവെസ്റ്റ് ചെയ്തതും ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നതുമായ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൽ 20% TDS ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ കമ്മീഷൻ എക്സെട്ര ഓൺ ദ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ്സ് സെക്ഷൻ 194G. അതായത് ലോട്ടറി ടിക്കറ്റ്സിൻ്റെയൊക്കെ വിൽപ്പനയ്ക്ക് പേ ചെയ്യുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷനിലുള്ള ആ ഒരു പേയ്മെൻറ്റിലുള്ള TDSൻ്റെ ഡിഡക്ഷനാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി കമ്മീഷൻ റെമ്യൂണറേഷൻ ഓർ പ്രൈസ് എക്സീഡിംഗ് ₹15,000 to a person who is stocking, distributing, purchasing or selling lottery tickets shall deduct tax at source thereon at the rate 5%. അതായത് ലോട്ടറി ടിക്കറ്റ്സ് സ്റ്റോക്ക് ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്ക് കമ്മീഷനായിട്ടോ റെമ്യൂണറേഷനായിട്ടോ അല്ലെങ്കിൽ പ്രൈസായിട്ടോ 15,000 rupees കൂടുതൽ പേയ്മെൻറ്റ് നടത്തുകയാണ് എങ്കിൽ ആ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ, the person who is responsible for making payment, he has to deduct tax at source thereon at the rate 5%. പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ഈ ഒരു പേയ്മെൻറ്റിൽ 5% ടാക്സ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ. TDSൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേയ്മെൻറ്റിൽ 5% ആണ്. ഓക്കെ. The tax shall be deducted at the time of credit of such income in the books of account or at the time of payment, whichever is earlier. ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടുന്നത് ഈ ഒരു പേയ്മെൻറ്റിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടുന്നത് ഒന്നുകിൽ ഈ ഒരു ഇൻകം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു ഇൻകം പേയ്മെൻറ്റ് നടത്തുമ്പോഴോ ആണ്. വിച്ച് എവർ ഇസ് ഏർലിയർ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ. We will discuss deduction of tax on coming sections in the next lectures. Thank you all.